അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഖുർആൻ ഹിഫ്ള് പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് ചോദ്യം വരിക, ഖുർആന് ഏത് ഭാഗത്തു നിന്നാണ് ഓതിപ്പിക്കുക, ഹിഫ്ളിന് എന്തൊക്കെ പഠിക്കണം, ദിക്ർ ദുആകൾ പഠിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. ആദ്യമായിട്ട് ഖുർആൻ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളായ നമ്മൾ തയ്യാറാവേണ്ട ഭാഗം എന്നുള്ളത്, നാളെ നടക്കുന്ന ഖുർആൻ പരീക്ഷയ്ക്ക് സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ അൽ ബഖറ, അതുപോലെ ആൽ ഇംറാനിലെ 181 ആയത്ത്, ഇതാണ് ഖുർആൻ പരീക്ഷയ്ക്ക് നമ്മളെ കൊണ്ട് ഓതിപ്പിക്കുക. അതേ വർഷം മുതൽ പരീക്ഷയിൽ ഒരു മാറ്റമുണ്ട്. അഥവാ 5 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ഖുർആൻ പരീക്ഷ എങ്ങനെയെന്ന് പറഞ്ഞാല്, സാധാരണയിൽ നമ്മളെ കൊണ്ട് ഉസ്താദുമാര് ഖുർആനിലെ ഒരു ഭാഗം ഇങ്ങനെ ഓതിപ്പിക്കലായിരുന്നു ഓരോ വിദ്യാർത്ഥികളെ കൊണ്ടും. ഈ വർഷം മുതൽ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും ഖുർആന്റെ പരീക്ഷയ്ക്ക്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഭാഗമാണ്, അതിൽ ഏത് ഭാഗമാണ് ഓതാൻ പറയണേ ആ ഭാഗമാണ് ഓരോ വിദ്യാർത്ഥികളും ഓതേണ്ടത്. അത് അതിൻ്റെതായ മഖ്റജുകളും അതുപോലെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ഓതുമ്പോഴാണ് അതിന് പൂർണ്ണമായിട്ടും മാർക്ക് ലഭിക്കുക. അപ്പോൾ നമ്മള് തജ്വീദിൽ തന്നെ ഈ വർഷം സാക്കിന നൂന്റെയും തെൻവീന്റെയും ഒക്കെ നിയമങ്ങൾ പഠിച്ചതാണ്. അപ്പൊ അതൊക്കെ അടിസ്ഥാനത്തിൽ നല്ല രൂപത്തിൽ മണിക്കണ്ടോടുത്ത് മണിച്ച് നല്ല രൂപത്തിൽ ഓതിയാൽ എന്താവും, ഖുർആനിൽ നമുക്ക് പറയപ്പെട്ടതുപോലെ മാർക്ക് ലഭിക്കും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഓതുമ്പോ തന്നെ എല്ലാ നിയമങ്ങളും പാലിച്ചു ഓതുട്ടോ. അപ്പൊ ആ രൂപത്തിലേക്കാണ് ഈ വർഷം ഖുർആന്റെ പരീക്ഷ ഉണ്ടാവുക. ഇനി അതിൽ തന്നെ ഖുർആൻ ഓതാൻ പറ്റാത്ത ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സാധാരണ ചോദിക്കുന്നത് പോലെ തന്നെ ഒരുപാട് ദിക്റുകളോ ദുആകളൊക്കെ കാര്യം ചോദിക്കുക. തഹിയ്യാത്തോ അല്ലെങ്കിൽ കുനൂത്തോ ഇബ്രാഹിമിയ സ്വലാത്തോ ദുആओ അതിലേതെങ്കിലുമൊക്കെ കാര്യം ചോദിക്കട്ടോ. അതുപോലെ തന്നെ 6ാം ക്ലാസ്സിലെ ഹിഫ്ള് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഭാഗങ്ങളാണ് സൂറത്തുൽ ഫജ്ർ, അതുപോലെ സൂറത്തുൽ ബലദ്. സൂറത്തുൽ ഫജ്ർ പറഞ്ഞാല് വൽ ഫജ്രി വലയാലിൻ നശ്ർ എന്നുള്ള സൂറത്തും, സൂറത്തുൽ ബലദ് പറഞ്ഞാൽ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്നുള്ള സൂറത്തും. അതിന് പുറമെ ഈ വർഷം മുതല് ദിക്റുകളും കഴിഞ്ഞ വർഷം ഫിഖ്ഹിൽ പഠിച്ച് 5ാം ക്ലാസ്സിൽ ഫിഖ്ഹിൽ പഠിച്ച ദിക്റുകളും ദുആകളും കൂടെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ കഴിഞ്ഞ വർഷത്തെ 5ാം ക്ലാസ്സിന്റെ ഫിഖ്ഹിൽ നമ്മൾ പഠിക്കേണ്ട ദിക്ർ ദുആകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇനി പറയണത്. നോക്കട്ടോ. ഒന്നാമത് നമ്മൾ പഠിക്കേണ്ട തയമ്മുമിന്റെ നിയ്യത്ത് എന്താന്നുള്ളതാണ്. നമ്മൾ പുസ്തകത്തിൽ നോക്കി നമുക്ക് കിട്ടും കേട്ടോ. രണ്ടാമത്തെ ബാങ്കിൽ അയ്യഹല സ്വലാ ഇഹലൽ ഫല എന്നുള്ളത് കേൾക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ ഇഖാമത്തില് അയ്യാല സ്വലാ അയ്യാലൽ ഫല എന്ന് കേൾക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്. പിന്നെ സുബ്ഹി ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് കേൾക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്. പിന്നെ ബാങ്കിന്റെ ശേഷമുള്ള ദുആ എന്താണെന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിൽ പഠിക്കാൻ വന്നിട്ടുള്ള ദിക്ർ ദുആകള്. അതുപോലെ തന്നെ വുളൂ തുടങ്ങുമ്പോൾ കരുതേണ്ടത്, കാര്യമായിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മൾ വുളൂ നിസ്കാരമൊക്കെയാണ് കാര്യമായിട്ട് 5ാം ക്ലാസ്സിൽ ചോദിക്കുന്നത് കേട്ടോ. വുളൂ തുടങ്ങുമ്പോൾ എന്താ കരുതുക, വുളൂ എന്ന സുന്നത്തിന് ഞാൻ വീട്ടിൽ നിന്നുള്ളത്. അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ പഠിക്കുക. പിന്നെ മുഖം കഴുകുമ്പോൾ എന്താ പറയേണ്ടത്, വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. നിസ്കാരങ്ങളുടെ നിയ്യത്ത്, ളുഹർ നിസ്കാരം, അസ്ർ നിസ്കാരം, അങ്ങനെ ഓരോ നിസ്കാരങ്ങളുടെയും നിയ്യത്ത് പഠിക്കുക. പിന്നെ റുകൂഇൽ എന്താണ് ചൊല്ലുക എന്നുള്ളത്. അതുപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊന്നാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി, അത്. പിന്നെ ഇഅ്തിദാലിൽ എന്താ ചൊല്ലുക എന്നുള്ളത്. ഇഅ്തിദാൽ പറഞ്ഞാൽ റുകൂന്ന് എണീറ്റ് നിൽക്കുക സമയം അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞിട്ട് അപ്പൊ എന്താ ചൊല്ലുക എന്നുള്ളത്. അതുപോലെ സുജൂദിൽ എന്താ ചൊല്ലുക എന്നുള്ളത്, സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി. പിന്നെ 2 സുജൂദിനിടയിൽ ചൊല്ലേണ്ടത് എന്താന്നുള്ളത്, റബ്ബി ഗ്ഫിർലി വജ്ബുർനി പറഞ്ഞ ആ ദിക്ർ പഠിക്കുക. അതുപോലെ തശഹുദ് പറഞ്ഞാല് അത്തഹിയാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ് അടുത്തത്. അഥവാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത എന്ന് പറയുന്നത്. അതുപോലെ ദുആ അതിൽ അവസാനം വരുന്ന അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് പറയുന്ന ദുആ ഉണ്ടല്ലോ, അത്. അതുപോലെ തറാവീഹിന്റെ നിയ്യത്ത്, തറാവീഹ് നിസ്കാരത്തിന്റെ നിയ്യത്ത്, പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ ചെല്ലേണ്ട എന്താന്നുള്ളത്, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ളത്. പിന്നെ നോമ്പിന്റെ നിയ്യത്ത്, നവൈത്തൊക്കെ നമുക്കറിയാലോ, സൗമഅദിൻ അന്നദാഹി. അതുപോലെ തന്നെ നോമ്പ് തുറന്ന ഉടൻ എന്താ ചെല്ലേണ്ടത് എന്നുള്ളത്, അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഫിഖ്ഹിൽ. ഇതിൽ നിന്നാണ് ദിക്ർ ദുആകൾ ഏതെങ്കിലും 1-2 ഒക്കെ ചോദിക്കുക. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കാം. നമുക്ക് അറിയേണ്ട കാര്യങ്ങളിലാണ്. നമ്മൾ നിസ്കാരത്തിൽ ഉപയോഗിക്കണം ചെല്ലണ ദിക്റാളിനെയാണ്. അപ്പൊ കൂടുതലൊന്നും റിസ്ക് എടുക്കാൻ ഉണ്ടാവൂല.
അപ്പൊ അതൊക്കെ നല്ലോണം നോക്കി മനസ്സിലാക്കിയിട്ട് എന്താവുക, ഖുർആൻ ഹിഫ്ളിന്റെ പരീക്ഷയ്ക്ക് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ എളുപ്പമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും.